ഒരാൾക്ക് ഷെയ്ഖ് വേണമെന്ന് തന്നെ അറിയില്ല. അങ്ങനെ ചിന്ത ഇല്ലാത്ത ആൾക്കാർ ഇപ്പൊ ഇന്നത്തെ സാഹചര്യം പോലെ ഓലെ മുമ്പിൽ പോയി പ്രസംഗിക്കണം, എഴുതണം, എന്തൊക്കെ മീഡിയകളുടെ ഒക്കെ ഉപയോഗിച്ച് ഷെയ്ഖ് വേണം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ തൗഫീഖ് അല്ലാഹ് എനിക്ക് തന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഒരു കാര്യം അതിനെ ശക്തമായി എതിർക്കുന്ന ആളാ. ഞാൻ വളർന്നു വന്ന രൂപം അങ്ങനെ ത്വരീഖത്താരെ കാണിച്ചത് എനിക്ക് കാണിച്ചതൊക്കെ ഗാഫറാന്ന കാണിച്ചേ പിന്നെ പക്ഷം കഴിച്ചിലാക്കി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഫമറ. അത് ബഹുമാനപ്പെട്ട എന്റെ ഷെയ്ഖിന്റെ മഹത്തായ ആ ഒരു തെർബിയത്തോണ്ട് കിട്ടിയ ഗുണാണ്. പക്ഷെ ഞാൻ എല്ലാ ഷെയ്ഖ് ത്വരീഖത്താരെ എതിർക്കുന്ന ഒരാളാ. അതിന് പക്ഷം എന്നെ കഴിച്ചിലാക്കി. അപ്പൊ തേടുന്നവർക്ക് മറച്ചേക്കാൻ പാടില്ല, തേടാത്തവർക്ക് മറച്ചേക്കാൻ പാടില്ല. ഈ തേടാത്തവർക്ക് മറച്ചേക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് ഫർളാണ്, വാജിബാണ്, ഫർള് ഐനാണ്, ഫർള് എല്ലാരും ഇജ്മാ ഉണ്ട്, എല്ലാ കാലത്തും ഷെയ്ഖ് ഉണ്ട്. നാടന്മാർക്ക് വേണം, കങ്ങന്മാർക്ക് വേണം, മൂല്യന്മാർക്ക് വേണം, പെണ്ണുങ്ങൾക്ക് വേണം, കുട്ടികൾക്ക് വേണം. ഇവിടെ മുക്കല്ലഫായ ബുദ്ധിയും ശുദ്ധിയുമുള്ള ബുദ്ധിയും പ്രായപൂർത്തിയുമായ എല്ലാ മുസൽമാൻ നിർബന്ധമാണ്. എന്നാലേ മുസ്ലിമാവുള്ളൂ, എന്നാലേ സുന്നത്ത് ജമാഅത്ത് പെടുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ അത് മൂടി വെക്കലും ഹറാമാണ്. എത്ര കടുപ്പത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ചോദിക്കുന്നവർക്കും ചോദിക്കാത്തവർക്കും മൂടിയൊക്കെ ഹറാമാണ്. അപ്പൊ എന്താണ് ത്വരീഖത്ത് ഇങ്ങനെ ആളുണ്ടാക്കുക? അല്ല, ഈ ഹറാമെന്ന് കഴിച്ചിലാവനായി ചെയ്യുന്നത് അള്ളാഹുവാണ് സാക്ഷി, ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് സാക്ഷി, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമാണ് സാക്ഷി, ബഹുമാനപ്പെട്ട ഞങ്ങൾ സിൽസില മശായിഖുമാരാണ് സാക്ഷി. ഇത് മൂടി വെച്ചവരും ഞങ്ങൾ പെടില്ല. അള്ളാഹുവെ, നീ നിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ വാക്കുകൾ നിഷ്കളങ്കമായ ഹൃദയങ്ങളിലേക്ക് എത്തിച്ച് അവരിലേക്ക് ഇത് ഹയാത്താക്കി കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം.